ചേമ്പും കൊണ്ട് ഒരു അടിപൊളി മെഴുക്കുവരട്ടി നമുക്കിന്ന് തയ്യാറാക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു 15 മിനിറ്റും കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ചേമ്പും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന മെഴുക്കുവരട്ടി മാത്രം മതി നമുക്ക് ധാരാളം ചോറ് കഴിക്കാം കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പം വേഗം വായോ നമുക്ക് ഈ ഒരു ചേമ്പും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. Hey guys, this is Soumya. Welcome to Isha Spicy Tasty World. അപ്പോൾ നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അതായത് ഒരു 1/4 കിലോളം നമ്മുടെ ചേമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു പേപ്പർ വിരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു തൊണ്ടെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഈ ഒരു ചേമ്പ് നമുക്ക് ഇനി മെഴുക്കുവരട്ടിയുടെ വലുപ്പത്തിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്ന രീതിയിൽ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം അതേ രീതിയിൽ നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിൽ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചേമ്പ് ഞാൻ സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂണ് അയമോദകം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ട്രബിൾ ഒന്നും ഇല്ലാണ്ടായിരിക്കാൻ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഈ ഒരു അയമോദകം ചേർക്കുമ്പം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു 2-3 പച്ചമുളക് ഇത് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചേമ്പ് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചേമ്പ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചേമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 90% മാത്രം ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. അധികം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകും. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു പരുവം ആവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ചാട്ട് മസാല, ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാം. ലിഡ് ക്ലോസ് ചെയ്യാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഏകദേശം നല്ലൊരു ക്രിസ്പി ടെക്സ്ചറായി വരുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചേമ്പിൻ്റെ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വിടർത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ 2-3 തവണ ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചേമ്പിൻ്റെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേമ്പിൻ്റെ ഈ ഒരു സ്റ്റൈലിലുള്ള മെഴുക്കുവരട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചോറിൻ്റെ ഒപ്പം നമ്മുടെ ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേമ്പിൻ്റെ മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിനെ പറ്റി എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.